കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. നമ്മൾ അതിന്ന് ഒരു ന്യായ പൈസ എടുത്ത് ചെലവാക്കിയോ? ഇല്ല. എന്താ ചെലവാക്കാത്തെ? സൂക്ഷിക്കാൻ തന്ന മുതല് സ്വന്തമല്ലാത്തോണ്ട്. ഗംഗ ഇവിടുന്ന് പോയപ്പോ 5 ലക്ഷം രൂപ കൊടുത്ത് വിടുകയും ചെയ്യും. ഇപ്പൊ സാറിന് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായല്ലോ. ഗംഗ ഇവിടുന്ന് പോവുകയല്ലായിരുന്നല്ലോ, അടിച്ചിറക്കുകയായിരുന്നില്ലേ? അതെ, ഗംഗയും ഗിരിയും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് മനസ്സിലായപ്പോ കള്ളം പറഞ്ഞ് ഞങ്ങളെ കളിപ്പിച്ചവരോട് ഇറങ്ങി പോവാൻ പറഞ്ഞു. പോകുന്നില്ല എന്ന് കണ്ടപ്പോ അടിച്ചിറക്കി. അതിലെന്താ തെറ്റ്? ഞങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് വളരെ പാടുപെട്ട. അതിന്റെ കൂടെ ഇവളെ കൂടെ താങ്ങാനുള്ള നിവൃത്തിയില്ല. അതുകൊണ്ടാ ചവിട്ടി ഇറക്കിയത്. ഇപ്പൊ അവളെ അകത്തേക്ക് കയറ്റാത്തതും അതുകൊണ്ടാ അല്ലേ അമ്മേ? അതെ. ഇനി സാറിന് സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്നങ്ങോട്ട് ഇറങ്ങിയാട്ടെ. ഇറങ്ങാം. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നുണകളാണെന്ന് എനിക്കറിയാം. അത് നിങ്ങൾക്കും അറിയാം. പഴുതടച്ചുള്ള സംഭാഷണങ്ങളായിരുന്നല്ലോ നിങ്ങളുടേത്. എന്റെ മുമ്പിൽ നിങ്ങൾ ജയിച്ചു. സ്നേഹിച്ചു പോയതിന്റെ പേരിൽ വളരെയേറെ അനുഭവിക്കേണ്ടി വന്ന ഒരു പാവം പെൺകുട്ടിയുടെ കണ്ണീര് ഒരുപാട് വീണ വീടായത്. അതിന് കണക്ക് പറയേണ്ടി വരും. താഴെ നിൽക്കുന്ന എന്നോടല്ല, മുകളിലിരിക്കുന്ന ഈശ്വരനോട്. ഞങ്ങൾ ഒഴുക്കുന്ന കണ്ണുനീരും ഈശ്വരൻ കാണുന്നുണ്ട് സാറേ. അതിന്റെ കണക്ക് ഞങ്ങൾ പറയാതെ തന്നെ ഈശ്വരൻ അറിയുന്നുണ്ട്. ദക്ഷിണമേ, ക്ഷമിക്കാനും പൊറുക്കാനും ഇനിയും സമയമുണ്ട്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നതാണ് മഹാപാപം. അതിന് പരിഹാരവുമില്ല. പശ്ചാത്തപിക്കാനുള്ള സമയം പോലും കിട്ടിയെന്ന് വരില്ല. നിങ്ങളുടെയൊക്കെ ദേഹത്ത് നിരാലംബയായ ഒരു പെൺകുട്ടി അപ്പുറത്ത് നിൽപ്പുണ്ട്. കനിവ് കാണിക്കണം. ഇതിനപ്പുറത്തേക്ക് എനിക്കിനി ഒന്നും പറയാനില്ല.
എന്തിനാ അമ്മയെ വിളിച്ചത്? നീ അച്ഛനെ ഒന്ന് വിളിക്ക്. അവരങ്ങ് എത്തിയോന്ന് അറിയാലോ. അവരവിടെ എത്തുകയും ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അപ്പോ ആ കാര്യത്തിനൊരു തീരുമാനമായി. ഇനി ബാഹുലേനെങ്കിളുടെ തീരുമാനം അറിയണ്ടേ? ദാക്ഷായണ് കൈയൊഴിഞ്ഞതുപോലെ ബാഹുലേന് ഗംഗയെ കൈയൊഴിയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ ദാക്ഷായണി ഗംഗയെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോ ബാഹുലേനെങ്കിൽ എന്തൊക്കെയോ ചില തീരുമാനങ്ങൾ പറഞ്ഞിരുന്നു. അതെന്താണെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഗംഗയെ ഇനി അങ്ങോട്ട് കയറ്റില്ലെന്നല്ലേ? അത് മാത്രമല്ല, അവരുടെ കുടുംബകാര്യങ്ങളിൽ അച്ഛൻ ഇടപെടരുതെന്ന് താക്കീതും കൊടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ ഗംഗയുടെ കാര്യത്തിൽ ഉത്തരവാദിത്വത്തോടെ അയാൾ ഇടപെടട്ടെ. ഗംഗയുടെ ശല്യം എങ്ങനെയെങ്കിലും തീർന്നു കിട്ടണമെന്ന ആഗ്രഹം അയാളുടെ മനസ്സിൽ. അയാളുടെ മാത്രമല്ല, സൗദാമിനി ആന്റിയുടെയും രമേശേട്ടന്റെയും മനസ്സിൽ അങ്ങനെ തന്നെ ആഗ്രഹം. ഗംഗയുടെ കാര്യം വലിയ കഷ്ടം തന്നെയാ. കുറ്റപ്പെടുത്തുവെന്ന് നിനക്ക് തോന്നരുത്. സ്വയം വരുത്തി വെച്ചതല്ലേ ഇതൊക്കെ. അന്തസ്സുള്ളൊരു കുടുംബത്തിൽ ചെന്ന് കയറേണ്ട ഒരു കൊച്ചാ അഭയാർത്ഥിയെ പോലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്. വല്ലാത്തൊരു വിധിയായത്. എന്തിനാ അമ്മ ഇനി അതൊക്കെ പറയുന്നേ? പറയാതിരിക്കാൻ കഴിയുന്നില്ല. തലയിലും താഴെയും വയ്ക്കാതെ പെമ്മക്കളെ വളർത്തിക്കൊണ്ടുവരും. അവർക്ക് വേണ്ടി മാത്രം ജീവിക്കും. പെറ്റവരെയും പോറ്റിയവരെയൊക്കെ ഒരു നിമിഷം കൊണ്ട് മറന്ന് ഇന്നലെ കണ്ട ഏതോ ഒരുത്തന്റെ കൂടെ എല്ലാം ഉപേക്ഷിച്ച് ഒടുവിൽ ഇറങ്ങിപ്പോവും. പടുകുഴിയിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യും. അനുഭവങ്ങൾ ഇത്രയൊക്കെ കണ്ടാലും ഈ പെങ്കൊച്ചുങ്ങൾ പിന്നെ അത് തന്നെയല്ലേ കാണിക്കുന്നത്? അമ്മ അറിയാതെ പോലും ഗംഗയുടെ ഇതൊന്നും പറയരുത്. എല്ലാം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാ അവളുടെ ഇപ്പോഴത്തെ ചിന്ത. നിന്നോട് ഗംഗ അങ്ങനെ പറഞ്ഞോ? തെളിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഷോ, അങ്ങനത്തെ അബദ്ധം ഒന്നും കാണിക്കരുതെന്ന് നീ ഗംഗയെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനത് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. അത്രയേറെ അവൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ബ്ലേഡ് സാജൻ സാറിനെ ഇനി ശല്യപ്പെടുത്തത്തില്ല. അവന്റെ ഇടപാട് ഞാനങ്ങ് തീർത്തു. താനവനെ തട്ടിയോടോ? ഇല്ല സാർ, കാശിന്റെ ഇടപാട് തീർത്തെന്നാ ഞാൻ പറഞ്ഞത്. ആ നന്നായി. അവനെ പരുവത്തിന് കൈ കിട്ടുമ്പോ നമുക്ക് തട്ടി അകത്താക്കാം. താൻ വിഷമിക്കണടോ. അത് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചോണ്ട് സാർ. അതെ, 2 ദിവസം മുമ്പ് ഞാൻ തന്നോട് കുറച്ച് റഫായിട്ട് പെരുമാറി. താനതങ്ങ് മറന്നേക്ക്. അപ്പോഴത്തെ ഒരു മൂഡില് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാ. കാര്യാക്കണ്ട. എന്തോ ഉടായ്പ ഈ പരമനാറിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്. താൻ അത് ആലോചിച്ചോണ്ട് നിൽക്കുവാണ്. എടോ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ അപ്പോഴത്തെ മൂഡിന് അങ്ങനെ സംഭവിച്ചു പോയതാ. വിട്ടുകളാ. അല്ല, എന്റെ തൊപ്പിയുടെ കാര്യം മോളിന്ന് പ്രഷർ ഉണ്ടെന്ന് സാറ് പറഞ്ഞായിരുന്നു. മുകളിലുള്ളവരുടെ പ്രഷറും ഷുഗറും ഒക്കെ ഞാൻ മാറ്റി കൊടുത്തോളാം. എടോ, എന്റെ പേനയുടെ തുമ്പത്തല്ലയോ അതൊക്കെ ഇരിക്കുന്നത്. തന്റെ തൊപ്പി ഒരുത്തനും തെറിപ്പിക്കില്ല. എന്റെ തൊപ്പിക്ക് ഇപ്പം ഭയങ്കര നാറ്റമാണെന്നാ അന്ന് സാറ് പറഞ്ഞിരുന്നത്. ആ നാറ്റമൊക്കെ ഞാൻ കഴുകി കളഞ്ഞോളാം. പോരെ? എടോ, എനിക്ക് തന്നെ അങ്ങനെ അങ്ങ് കൈയൊഴിയാൻ പറ്റൂടോ? ഞാൻ സംരക്ഷിച്ച് നിർത്തിക്കൊള്ളാൻ തന്നെ. താങ്ക് യു സാർ. സന്തോഷായില്ലേ? ആയി സാർ. എന്തോ ഒരു കാര്യം തന്നോട് പറയാനുണ്ടായിരുന്നു. ഞാനതങ്ങ് മറന്നുപോയി. ബുദ്ധിമുട്ടണ്ട സാർ, ഓർമ്മ വരുമ്പോ പറഞ്ഞാ മതി. ഓർമ്മയിൽ വരും. ഇപ്പോ ഉടനെ വരും. കിട്ടിപ്പോയി. എന്താ സാർ? എടോ, ഞാൻ ഇന്ന് അവളെ കണ്ടു. ആരെയാ സാർ? എടോ, ഞാൻ ആഗ്രഹിച്ച പെങ്കൊച്ചില്ലടോ. എന്താ അവളുടെ പേര്? ഗംഗ. അവളെ ഞാനിന്ന് കണ്ടടോ. എവിടെ വെച്ച്? നമ്മുടെ ഈ ടൗണിൽ വെച്ച്. അവൾ അതിന് ഗിരിയുടെ വീട്ടിലാണല്ലോ സാറേ. സാറിന് തെറ്റിയതാവും. എനിക്ക് തെറ്റിയിട്ടൊന്നുമില്ല. ഒരു തവണയെ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ എങ്കിലും ഇവിടെ അവളങ്ങ് പതിഞ്ഞ് കിടക്കുക. എടോ, എനിക്ക് അവളെ ഇവിടുന്ന് പറിച്ചു കളയാൻ പറ്റത്തില്ലടോ. അവള് തനിച്ചായിരുന്നോ സാർ? അല്ല, വേറൊരു കിണാപ്പനുണ്ടല്ലോ. എന്താ അയാളുടെ പേര്? ആ ബാങ്കിൽ ജോലിയുള്ള കൃഷ്ണവാര്യര്. അതെ അതെ, അയാൾ തന്നെ. അയാളുടെ കയ്യിലൊരു ബാഗും ഉണ്ടായിരുന്നു. എങ്കിൽ അത് ഗംഗയല്ല സാർ, അയാളുടെ മകളാ. അല്ലടോ. സാർ അവളെ അടുത്ത് കണ്ടോ? അത്ര അടുത്ത് കണ്ടില്ല. അപ്പം സാറിന് തോന്നിയതായിരിക്കും. ഒരു തവണയല്ലേ സാർ അവളെ കണ്ടിട്ടുള്ളൂ? ഞാൻ കണ്ടത് വാര്യരുടെ മോളെ ആകുമോ? അങ്ങനെ ആകാനാ സാധ്യത. ഗംഗ ഗിരിയുടെ വീട്ടിലാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുന്നുണ്ട്. അവളെ അവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കണമെന്ന് തന്നോട് ഞാൻ പറഞ്ഞല്ലേ. എന്നിട്ട് വല്ലതും നടന്നോ? ഞാൻ അവളെ പുറത്ത് ചാടിക്കാൻ സാർ. പുറത്ത് ചാടിക്കാൻ സാർ? താൻ ചാക്കും കൊണ്ടങ്ങ് നിന്നോ. അവിടെ ചാക്കിനകത്തോട് ചാടിത്തരും. എടോ, തന്നെ കൊണ്ടൊരു ചുക്ക് നടക്കത്തില്ലടോ. താൻ ഓൺ ഡ്യൂട്ടി അല്ലേ? യെസ് സാർ. എന്നിട്ട് കറങ്ങി അടിച്ച് നടക്കുക.
എന്തോ ഡ്യൂട്ടി ചെയ്യലാണോ ഇത്? സാറ് കൈ കാണിച്ചോണ്ട് നിർത്തിയതാ. ഓ, അല്ലെങ്കിൽ താനങ്ങ് മല മറിക്കും. ആ പാറമട പുരുഷോത്തമന്റെ കേസിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോളിൽ നിന്ന് നല്ലപോലെ പ്രഷറുണ്ട്. സാറ് മുമ്പേ പറഞ്ഞത്. ആ, ഞാൻ അങ്ങനെ പലതും പറയും. സർക്കാർ വാഹനത്തിലുള്ള തന്റെ ഈ യാത്ര അധികം കാലം ഉണ്ടാവില്ല. അതാവട്ടോ സാർ എടുത്തോണ്ട് പോടോ. സാർ ചെല്ലു. ആ പെണ്ണിന്റെ ഉറക്കം കെടുത്തുവാണല്ലോ. എന്താ ഒരു വഴി? ഗംഗയെ കണ്ടാലുടൻ ബാഹുലേയൻ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ആരും കരുതണ്ട. അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ. എന്റെ അഭിപ്രായത്തിൽ ആ പഞ്ചായത്ത് മെമ്പറെ കണ്ട് ആദ്യം തന്നെ കാര്യങ്ങൾ സംസാരിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കുമെന്നാ. അയാളുടെ മുന്നിൽ ബാഹുലേയൻ ഒതുങ്ങും. മെമ്പർ ഇടപെട്ടതുകൊണ്ടാണല്ലോ ഇതിനു മുമ്പ് ബാഹുലേയൻ ഗംഗയെ ഇവിടെ നിന്ന് വിളിച്ചോണ്ടുപോയത്. ആദ്യം മെമ്പറെ കണ്ട് സംസാരിക്കേണ്ടെന്നാ ഞാൻ പറയുന്നത്. അതെന്താ? ആദ്യമേ അച്ഛൻ അങ്ങനൊരു നീക്കം നടത്തിയെന്ന് ബാഹുലേയൻ അങ്കിൾ അറിഞ്ഞ അയാൾക്ക് വാശി കൂടും. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ലാന്നും വരും. പിന്നെ എന്തു വേണമെന്നാ നീ പറയുന്നത്? അച്ഛന് വിലക്കുണ്ടെങ്കിലും ഗംഗയും കൊണ്ട് അച്ഛൻ ആദ്യം അവിടെ പോണം. ബാഹുലേയൻ അങ്കിളുടെ മനസ്സിൽ പറഞ്ഞിട്ട് മതി രാഷ്ട്രീയക്കാരെ ഇടപെടുത്തുന്നത്. മോൾ എന്തു പറയുന്നു? എനിക്കവിടെ താമസിക്കണ്ട, അമ്മയും കൊണ്ട് ഞാൻ വീട്ടിൽ താമസിച്ചോളാം. ബാഹുലേയൻ സാറ് അതിന് സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിപ്പിക്കണം. ഗംഗ അവക്ക് അവകാശപ്പെട്ട വീട്ടിൽ താമസിക്കണമെന്നല്ലേ അവൾ ആവശ്യപ്പെടുന്നേ. ഇതിനു മുമ്പും ഇങ്ങനെ ഒരു ആവശ്യം ബാഹുലേയന്റെ മുമ്പിൽ വച്ചതാണ്. അയാൾ അത് അംഗീകരിച്ചില്ല. ഇപ്പോഴും അങ്ങനെ സംഭവിക്കൂ. ഗംഗയെ അവിടെ താമസിപ്പിക്കാൻ അയാൾ തയ്യാറായ അതിന് വിസമ്മതം പറയാതിരിക്കുന്നതാ നല്ലത്. ഇരുന്നിട്ട് മതി കാല് നീട്ടുന്നത്. അവിടെ കയറിയിട്ട് മുല്ലമുറ്റത്തേക്ക് മാറാനുള്ള നീക്കം നടത്തണം. മോൾ എന്തു പറയുന്നു? ഞാൻ എന്തു പറയാനാ? ഒന്നിനും വാശി പിടിക്കാൻ എനിക്ക് അർഹതയില്ലല്ലോ. അവിടെ കയറി താമസം തുടങ്ങിയാൽ പിന്നെ മുല്ലമുറ്റത്തേക്ക് തിരിച്ചെത്താമെന്നുള്ള കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോ ആകപ്പാടെ കൺഫ്യൂഷൻ ആയല്ലോ. കൃഷ്ണേട്ടനൊരു കാര്യം ചെയ്യേ, നാളെ ഗംഗയും കൊണ്ട് അങ്ങോട്ട് ചെല്ല്. ബാഹുലേയന്റെ മനസ്സിൽ പറഞ്ഞ് അവിടെ വെച്ചൊരു തീരുമാനം എടുത്താൽ മതി. നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ മേലിൽ ഇടപെടരുതെന്ന് ബാഹുലേയൻ സാറ് പറഞ്ഞിട്ടുള്ള കാര്യം മോക്കറിയാലോ. അതുകൊണ്ട് ഞാൻ കൂടെ വരുമെന്നേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടത് മോളാണ്. നീ പേടിക്കൊന്നും വേണ്ട. അങ്കിളിന്റെ ഔദാര്യമല്ല ചോദിക്കുന്നത്, നിനക്ക് അവകാശപ്പെട്ട കാര്യങ്ങളാ. അങ്ങനെ അവകാശത്തോടെ സംസാരിക്കുമ്പോൾ മറ്റൊരാളുടെ കാര്യം കൂടി ഓർക്കണം. ഗീതയുടെ കാര്യം. ഗീതയ്ക്ക് അവിടെ സ്വസ്ഥത കിട്ടണമെങ്കിൽ ബാഹുലേയനെ ധിക്കരിച്ച് ഒന്നും ചെയ്യരുത്. വല്ലാത്തൊരു വെട്ടില ഇവള് വീണ് കിടക്കുന്നത്. എന്തായാലും അങ്ങോട്ട് ചെല്ലാം. അവിടുത്തെ അന്തരീക്ഷം നോക്കി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഗിരിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നെങ്കിൽ ബാഹുലേയൻ അങ്കിളിന്റെ കാല് പിടിക്കാൻ പോകേണ്ട കാര്യമില്ലായിരുന്നു. മോള് വിഷമിക്കാതെ, നമുക്ക് അന്വേഷിക്കാം. അതിനുള്ള ശ്രമങ്ങളൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ട്. എൻ്റെ ദൈവമേ, കളക്ടർക്ക് പരാതി കൊടുത്തതിൻ്റെ ഫലം ഉണ്ടാകുമല്ലേ? എന്തൊരു നല്ല മനുഷ്യന്, തങ്കപ്പെട്ട സ്വഭാവം. അത്രയും തിരക്കിനിടയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ സാർ മനസ്സ് കാണിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ നമ്മളെ അറിയിക്കുമായിരിക്കും അല്ലേ? ഇടയ്ക്ക് സാറിനെ പോയിന്ന് കാണാം. 100 കൂട്ടം പ്രശ്നങ്ങൾ ദിവസവും കൈകാര്യം ചെയ്യുന്ന ആളല്ലേ. ഇതിനിടയ്ക്ക് ഈ കാര്യം മറന്നു പോകുന്നാണോ? എന്നല്ലമ്മേ, ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണെന്നാ പറഞ്ഞേ. വീണം മേലാട വീണം പഞ്ചാരപ്പനം കിളിക്ക് ഉക്കാന്റെ കരളെ എന്റെ പൊരുളെ മുത്താണ് നീ എനിക്ക്. സുലോനെ, സുലോനെ, സുലോനെ മോളെ, ഭഗവാനെ കാത്തുകൊള്ളണേ. ഇങ്ങനെ മുമ്പോട്ട് പോവാൻ എനിക്ക് ശക്തി തരണേ. കള്ളും കുടിച്ചോണ്ടാണോ നിലവിളക്കിന് മുമ്പിൽ നിന്ന് ആടുന്നേ?
ഞാൻ ആടിയില്ലല്ലോ, പ്രാർത്ഥിക്കുകയല്ലായിരുന്നു. അവളെന്തിയെ? അകത്തുണ്ട്. സുലുവിനെ, മോളെ സുലുവിനെ, സുലു. എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂവി അയലത്തുകാരെയൊക്കെ ശല്യപ്പെടുത്തുന്നത്? അയലത്തുകാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരോട് ഒഴിഞ്ഞു പോകാൻ പറ. ഞാൻ അവരുടെ ചെലവിലൊന്നല്ല കഴിയുന്നത്. അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടാ പവിത്രം നിങ്ങളെയൊക്കെ പോറ്റുന്നത്. മനസ്സിലായോടി? എന്താടി നോക്കിയിരിക്കുന്നത്? ഈ സാധനങ്ങളൊക്കെ എടുത്ത് അകത്തോട്ട് കൊണ്ടുപോ. ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. ഈ വീടിന്റെ ചുമതല എന്റെ തലയിലായി പോയില്ലേ? നിക്ക്. എന്താ? ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല എന്ന് ഇനി ആരും പരാതി പറയരുത്. പവിത്രം വെറും കോഞ്ഞാനാണെന്ന ഇവിടെയൊക്കെ ചിലരുടെ വിചാരം. വേലയും കൂലിയും ഇല്ലാതെ ഞാനിവിടെ അട്ടിപ്പേര് കിടക്കുന്ന വേറെ ചിലരുടെ വിചാരം. ഇനി അതൊക്കെ അങ്ങ് മാറ്റിയിരിക്കണം. ഈ വീടിന്റെ ഫുൾ കൺട്രോള് എന്റെ കയ്യിലാണ്. എന്നാ പിന്നെ ചേട്ടാ ഇവിടെ നിന്ന് സംസാരിക്കാതെ അകത്ത് കയറിപ്പോ. അകത്ത് കയറണോ പുറത്ത് നിൽക്കണോ എന്ന് ഞാൻ തീരുമാനിക്കും. വേണമെങ്കിൽ ഈ വീട് ഞാൻ വിലക്കെടുക്കും. എന്നിട്ട് നിങ്ങളെയൊക്കെ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിപ്പിക്കും. അതിനുള്ള കഴിവ് ഇപ്പോ ഈ പവിത്രനുണ്ട്. എന്നാ പിന്നെ ഈ വീടിന്റെ ബാധ്യത ഒന്ന് തീർക്ക്. എനിക്കിപ്പോ ഈ നിമിഷം അതിന് കഴിയും. എന്നാ പിന്നെ അങ്ങനെ ചെയ്യും. പക്ഷേ ഒരു കണ്ടീഷൻ. എന്താ? എന്നെ പുജ്ഞത്തോടെ കാണുന്ന ചിലരൊക്കെ ഈ വീട്ടിലുണ്ട്. അവരപേക്ഷിക്കണം. എന്റെ മുന്നിൽ വന്നു നിന്ന് താന് കേൺ അപേക്ഷിക്കണം. അങ്ങനെ ചെയ്താൽ ബാധ്യത തീർത്ത് ഞാനിവിടെ ഒരു 2 നില അല്ലെങ്കിൽ 3 നില മണിമാളിക പണി. ഇടി സുമേ, എന്ത് കാണാനാ വായി നോക്കി നിൽക്കുന്നേ? നീ ഇങ്ങോട്ട് വാ. മണിമാളിക പണിയാൻ വന്നിരിക്കുന്നു. നാളെ ഇവിടെ പോലീസുകാർ കയറി ഇറങ്ങാതിരുന്നാ കൊള്ളാം. ഇങ്ങോട്ട് വാടി. പവിത്രം പറഞ്ഞതുപോലെ ചെയ്യും. ചേട്ടൻ കാര്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? പവിത്രം വെറും വാക്ക് പറയാറില്ല. അല്ല, ഒരു ജോലി ഇല്ലാതെ ചേട്ടന്റെ കയ്യിൽ എവിടെന്നാ ഇത്രയും പണം? അതൊന്നും നീ അറിയണ്ട. ലക്ഷങ്ങളിട്ട് അമ്മാരമാടാനുള്ള കഴിവ് ഇന്ന് എനിക്കുണ്ട്. അത് നീ മനസ്സിലാക്കണം. ഇതൊക്കെ ഈ വീടിനകത്തേക്ക് കൊണ്ടുപോകണമെങ്കിലേ ഇതിന്റെ സത്യാവസ്ഥ എനിക്കറിയണം. ഇല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ വെച്ച് അവസാനിക്കും. തീർത്തോ? എനിക്കതൊരു പ്രശ്നമേ അല്ല. ഞാൻ വേറെ പെണ്ണിട്ട് അന്തസ്സായി ജീവിക്കും. അയ്യോ ചേട്ടനെ എനിക്ക് വിശ്വാസാ. മനസ്സിലൊരു കള്ളത്തരം ഇല്ലെന്ന് എനിക്കറിയാം. പിന്നെ ഈ അമ്മയുടെയും സുമ്മയുടെയും ചോദ്യത്തിന് എനിക്ക് മറുപടി പറയണ്ടേ? അവരുടെ വായ അടുപ്പിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചത്. സത്യം പറ, ചേട്ടൻ എവിടെ നിന്നാ കാശ് കിട്ടിയത്? നീ ആരോടും പറയല്ല. ഇല്ല. അല്ലെങ്കിൽ വേണ്ട. നിന്നോട് പറഞ്ഞ നാട് മുഴുവനും പാട്ട്. എന്റെ കോക്രാങ്കുന്ന് ഭഗവതിയാണ് സത്യം. ഞാൻ ആരടുത്തും പറയൂല. ഉറപ്പാന്നോ? ഞാൻ ആനായിട്ടത് കേട്ടില്ലേ? ഒന്ന് പറയട്ടാ. ലോട്ടറി അടിച്ചത്. വെറുതെ കള്ളം പറയല്ലേ? സത്യമായിട്ടും ഇക്കാര്യം നീ ഇവിടെ ഉള്ളവരോട് പോലും പറയരുത്. എത്ര രൂപ അടിച്ചത്? അത് വേണ്ട, നിന്റെ മനസ്സിരിപ്പെനിക്കത്. നീ പോയി ആ വെള്ള ഗ്ലാസ് എടുത്തോണ്ട് വാ. ഈശ്വര, ഇങ്ങനെ പറഞ്ഞത് സത്യമായിരിക്കണേ ഭഗവതി. പോയി വെള്ളം എടുത്തോണ്ട് അടി. എന്താ അമ്മേ? ഉരുളിയും കിണ്ടിയൊക്കെ അവിടെ തന്നെയുണ്ട്. പിന്നെ എവിടെന്നാ ചേട്ടന് ഇതൊക്കെ വാങ്ങാനുള്ള പണം? എന്നോട് ഇതൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? എന്താ ഒരു ഗൂഢാലോചന? ഓ, ഗൂഢാലോചനയൊന്നുമില്ല. ഓരോ കാര്യം പറഞ്ഞോണ്ട് നിന്നതാ. എന്ത് കാര്യം? ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം എന്താന്ന് നിനക്കറിയാലോ. ഓ, ചേട്ടനെ കുറിച്ചായിരിക്കും. അതെ. സുലോനെ, ആ കൊണ്ടുവരുന്നു ചേട്ടാ. എടി, ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞതല്ലേ ഇവിടെ ഇരുന്ന് കള്ളു കുടിക്കാൻ പറ്റില്ലെന്ന്. ചേട്ടാ ഒറ്റയ്ക്കല്ലേ? കൂട്ടുകാരൊന്നും വന്നിട്ടില്ലല്ലോ. ഒറ്റയായാലും ഇരട്ടയായാലും ഈ പരിപാടി ഈ വീട്ടിൽ നടക്കത്തില്ല. കോഴി പൊരിച്ചതും മിച്ചറും എടുത്തോ? ആ
മിച്ചർ വേണോട്ടാ. ആ അതും എടുത്തോ. ഇതെന്താ ഷാപ്പാണോ? ഹാ, നല്ല പ്രോത്സാഹനല്ലേ കിട്ടുന്നത്. നീ വാങ്ങിക്കൊണ്ടുവന്ന മുതലൊന്നും അല്ലല്ലേ എടുത്തു കൊടുക്കണത്. ഡേ 2 ദിവസം ഏതാണ്ടൊക്കെ വാങ്ങിക്കൊണ്ട് വന്നെന്ന് വെച്ച് ഭരിക്കാൻ നോക്കല്ലേ നീ. ഇനി ഇതിവിടെ ആവർത്തിച്ചാലേ എന്റെ ശരിക്കുള്ള സ്വഭാവം പവിത്രൻ അറിയും. അമ്മേ, ചേട്ടനെ പിണക്കാതിരുന്ന അതിനുള്ള ഗുണം ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ടാവും. ഈ കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങളുടെ കാര്യമാണോ നീ പറയുന്നത്? ഇതൊക്കെ എന്തോന്ന്, ഇതൊക്കെ നക്കാപ്പിച്ച സാധനങ്ങളല്ലേ. ഇതിന്റെ കാര്യം ആര് പറഞ്ഞു? പിന്നെ നീ എന്താ ഉദ്ദേശിച്ചേ? ലക്ഷങ്ങളിട്ട് അമ്മാനമാടാൻ കഴിവുള്ളവനെ ഇപ്പൊ എന്റെ ചേട്ടൻ. അത് മനസ്സിലാക്കിക്കൊണ്ട ഞാനിപ്പോ ചേട്ടന്റെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുന്നത്. നിങ്ങളോട് രണ്ടുപേരോടും തുള്ളണോന്ന് ഞാൻ പറയണില്ല. തുള്ളുന്ന എന്നോടൊപ്പം കഴിയുമെങ്കിൽ ഒന്ന് നിന്ന് തന്നാ മതി. അതിന്റെ ഗുണം രണ്ടുപേർക്കും ഉണ്ടാവും. എന്തൊന്നാടി ഇവളീ പറഞ്ഞിട്ട് പോയെ? എനിക്കൊന്നും മനസ്സിലായില്ല. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? കള്ളു കുടിച്ചിട്ട് വായി തോന്നുന്നൊക്കെ പറയുന്നതാ. ആ പാവം ചേച്ചി വിശ്വസിച്ചിരിക്കുക. ലക്ഷങ്ങളിട്ട് അമ്മാനമാടുന്നു പോലും. അവൾ അത്ര പൊട്ടിയൊന്നുമല്ല. എന്തെങ്കിലും കാര്യമില്ലാതെ അവൾ അങ്ങനെ പറയില്ല. ഇവിടെ 3 നില മണിമാളിക പണിയെന്ന് പറഞ്ഞത് അമ്മ വിശ്വസിച്ചോ? അത് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. ആ, എന്നാൽ ലക്ഷങ്ങളിട്ട് അമ്മാനമാടലും വിശ്വസിക്കണ്ട. കളിന്റെ പുറത്ത് ഓരോന്ന് പറയുന്നതാ. ഞാൻ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ, രമേശൻ എന്റെ മകനാണെങ്കിൽ, ദൈവത്തിനാണ് ഈ നാശത്തിനെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നിന്റെ ഭർത്താവാണെങ്കിൽ, നീ പ്രസവിച്ച രമേശന്റെ അച്ഛനാണെങ്കിൽ ഗംഗ ഇവിടെ താമസിച്ചിരിക്കും. ഒരു കാള് പോയിട്ടൊരു മിസ്ഡ് കാള് പോലും ഇല്ല. ഇനി ഒരിക്കലും ഗിരി വിളിക്കാനും പോകുന്നില്ല. ആളുണ്ടെങ്കിലല്ലേ വിളിക്കാൻ പറ്റൂ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുറുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുറുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ.